സ്വന്തമായി ഒരു ഷോപ്പുള്ള ആളാണോ നിങ്ങൾ? നിങ്ങളുടെ ഷോപ്പിലെ പ്രൊഡക്ട്സ് എല്ലാം നിങ്ങളുടെ സ്വന്തം ഓൺലൈൻ ഷോപ്പിംഗ് ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്ത് ഓൺലൈനായിട്ട് വിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ? അല്ല എങ്കിൽ നിങ്ങളുടെ പ്രദേശത്തെ ഷോപ്പുകളെല്ലാം കൂടി ഒരൊറ്റ ആപ്ലിക്കേഷനുള്ളിലേക്ക് ആഡ് ചെയ്തിട്ട് ആ ഓരോ ഷോപ്പിൽ നിന്നും നിശ്ചിത പെർസെൻറ്റേജ് കമ്മീഷൻ വാങ്ങിക്കൊണ്ട് ഒരു ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ ഒരു വീഡിയോ വഴി കമ്പാരിറ്റീവ്ലി ചെറിയൊരു റേറ്റിൽ തന്നെ ഒരു സിംഗിൾ വെണ്ടർ അല്ലെങ്കിൽ ഒരു മൾട്ടി വെണ്ടർ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും. സിംഗിൾ വെണ്ടർ ആപ്ലിക്കേഷൻ എന്താണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഗ്രോസറി സ്റ്റോർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ സ്റ്റോർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഷോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് എന്തെങ്കിലും ഒരു സ്റ്റോർ നിങ്ങൾ ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഷോപ്പിലുള്ള പ്രോഡക്ട്സ് ഒരു ആപ്ലിക്കേഷനിലേക്ക് ആക്കിയിട്ട് അതിൽ നിന്ന് വിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ആ ഒരു സിംഗിൾ വെണ്ടർ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ. ഒരു സിംഗിൾ വെണ്ടർ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് വരുന്നത് പറഞ്ഞാൽ ഒരു കസ്റ്റമർ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഈ ഒരു കസ്റ്റമർ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മുടെ കസ്റ്റമേഴ്സ് ഓർഡേഴ്സ് ഓരോ പ്രൊഡക്ട്സ് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അതിനകത്തൊരു ഡെലിവറി ബോയ് ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു സൂപ്പർ അഡ്മിൻ പാനലും വരുന്നുണ്ട്. ഈ ഒരു അഡ്മിൻ പാനൽ വഴി നിങ്ങൾക്ക് കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ മാനേജ് ചെയ്യാൻ പറ്റും, ഓർഡേഴ്സ് മാനേജ് ചെയ്യാൻ പറ്റും, ഡെലിവറി ബോയ്സിനെ മാനേജ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു അഡ്മിൻ പാനൽ വഴി മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അതേപോലെ തന്നെ ഡെലിവറി ബോയ് ആപ്ലിക്കേഷൻ വഴി നമുക്ക് ആഡ് ചെയ്യുന്ന ഡെലിവറി ബോയ്സ് ഉണ്ടല്ലോ, ആ ഒരു ഡെലിവറി ബോയ്സിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഡെലിവറി ബോയ്സിന് ഓർഡേഴ്സ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, ഡെലിവറി ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാ കാര്യങ്ങളും പറ്റുന്നതാണ്. അപ്പം ഒന്നുകൂടി പറയാം, ഇതിനകത്ത് വരുന്ന 3 മൊഡ്യൂൾസ് ആണ്. അതായത് ഒന്നാമത്തേത് ഒരു അഡ്മിൻ വരുന്നുണ്ട്, അഡ്മിൻ പാനൽ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു കസ്റ്റമർ ആപ്ലിക്കേഷൻ, അതേപോലെ തന്നെ ഒരു ഡെലിവറി ബോയ് ആപ്ലിക്കേഷൻ. ഇനി ഞാൻ മൾട്ടി വെണ്ടർ ആപ്ലിക്കേഷൻ എന്താണെന്ന് പറയാം. മൾട്ടി വെണ്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ ഏരിയയിൽ, നിങ്ങളുടെ ഒരു ലൊക്കാലിറ്റിയിൽ ഒരുപാട് ഷോപ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഷോപ്സിനെ എല്ലാം കൂടി ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ആപ്ലിക്കേഷനിലേക്ക്, ഒരു ആപ്ലിക്കേഷൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്തിട്ട് ആ ഓരോ സ്റ്റോർ ഓണർക്കും നമ്മൾ ഓരോ സെല്ലർ ആപ്ലിക്കേഷൻ, അതായത് സെല്ലറിനെ നമ്മൾ ആഡ് ചെയ്യും. അപ്പം ലൈക്ക് ഫ്ലിപ്കാർട്ട് പോലെ തന്നെ, ഫ്ലിപ്കാർട്ട് നോക്കുകയാണെങ്കിൽ അത് ഒരുപാട് സെല്ലേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരുടെ പ്രൊഡക്ട്സ് ഈ ഒരു ആപ്ലിക്കേഷനുള്ളിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും, ഒരു മാർക്കറ്റ് പ്ലേസ് പോലെ. ഓക്കെ, അവർക്ക് അവരുടെ പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് ചൂസ് ചെയ്യാം ഏത് ഷോപ്പിൽ നിന്ന് ഓർഡർ ചെയ്യാം. അപ്പോൾ ഓരോ സ്റ്റോർ ഓണർക്കും അവരുടേതായ പ്രൊഡക്ട്സും കാര്യങ്ങളും ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്ത് വയ്ക്കാം. ഓരോ സെല്ലറിനെ നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ സംസാരിച്ച ഒരു നിശ്ചിത പെർസെൻറ്റേജ് നിങ്ങൾക്ക് കമ്മീഷനായിട്ട് ഓൾറെഡി സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പം മന്ത്ലി അല്ലെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ദിവസത്തിൽ ആ ഒരു നിങ്ങളുടെ ആപ്ലിക്കേഷൻ വഴി എത്ര സെയിൽസ് വരുന്നുണ്ടോ ആ ഒരു സെയിൽസിലെ ഒരു പെർസെൻറ്റേജ് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് നിങ്ങൾക്ക് സെല്ലേഴ്സിന് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയായിരിക്കുമല്ലോ. അതായത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഷോപ്സിനെ നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്ത് വയ്ക്കാം. അതായത് ഓണർക്ക് എത്ര സെല്ലേഴ്സിനെ വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ ഓരോ സെല്ലേഴ്സിനും നമ്മൾ ഡിഫറൻ്റ് ആയിട്ടൊരു പെർസെൻറ്റേജ് കമ്മീഷൻ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവരുടെ അപ്പോൾ നോർമലായിട്ടൊരു കസ്റ്റമർ നമ്മുടെ ആപ്ലിക്കേഷൻ തുറന്നിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, ഒന്നെങ്കിൽ ഓരോ സെല്ലറിനെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യും. നമ്മുടെ ആപ്ലിക്കേഷൻ വഴി അവർക്ക് എത്ര സെയിൽസ് ഉണ്ടാവുന്നു ആ ഒരു സെയിൽസിൻ്റെ ഒരു നിശ്ചിത എമൗണ്ട് കമ്മീഷൻ നിങ്ങൾക്ക് വരുമാനമായിട്ട് ലഭിക്കുന്നതാണ്. അപ്പം കൂടുതലായിട്ട് ഞാൻ ഇവിടെ ഒന്നും പറയുന്നില്ല, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാം. അപ്പോൾ സിംഗിൾ വെണ്ടർ ആപ്ലിക്കേഷൻ്റെ പ്രൊമോ ഞാൻ ഓൾറെഡി വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് മൾട്ടി വെണ്ടർ ആപ്ലിക്കേഷൻ്റെ പ്രൊമോ ആണ്. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടിട്ട് വരിക. അതിനുശേഷം 2 ആപ്ലിക്കേഷനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതാണ്.
അപ്പോൾ രണ്ട് ആപ്ലിക്കേഷൻ്റെയും പ്രൊമോ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ട് സെറ്റ് ഓഫ് ആപ്ലിക്കേഷൻ്റെയും റേറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ റേറ്റ് ക്ലിയർ ആവാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. സിംഗിൾ വെണ്ടർ ആപ്ലിക്കേഷൻ പ്ലസ് സൂപ്പർ അഡ്മിൻ പാനൽ പ്ലസ് ഡെലിവറി ബോയ്, ഈ ഒരു 3 മൊഡ്യൂൾസിനോട് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 4999 രൂപയാണ് കേട്ടോ. അതേപോലെ തന്നെ മൾട്ടി വെണ്ടർ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ പ്ലസ് സൂപ്പർ അഡ്മിൻ പാനൽ പ്ലസ് ഡെലിവറി ബോയ് ആപ്ലിക്കേഷൻ പ്ലസ് സെല്ലർ ആപ്ലിക്കേഷൻ, ഇത്രയും കാര്യങ്ങൾക്ക് വരുന്നത് 6999 രൂപയാണ്. അപ്പം ഈ ഒരു പ്രൈസ്, രണ്ട് സെറ്റ് ഓഫ് ആപ്ലിക്കേഷൻ്റെയും പ്രൈസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഈ ഒരു പ്രൈസ് നിങ്ങൾക്ക് ഓക്കെ അല്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്ത് പോകുന്നതാണ്. ഇനിയല്ല നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുടർന്നുള്ള വീഡിയോയിൽ കാണാവുന്നതാണ്. തുടർന്നുള്ള വീഡിയോയിൽ രണ്ട് ആപ്ലിക്കേഷനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ തുടർന്നുള്ള വീഡിയോയിൽ കണ്ടിട്ട് രണ്ട് ആപ്ലിക്കേഷനെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, കസ്റ്റമറുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ ഒരു സ്പ്ലാഷ് സ്ക്രീനാണ് കാണിക്കുന്നത്. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം ഇതേപോലെ കുറച്ച് ഇമേജസും കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഇമേജസും കാര്യങ്ങളൊക്കെയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. നിങ്ങളുടെ ഷോപ്പിംഗ് ഇമേജസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ്റെ ഉള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം ഇവിടെയായിട്ട് നമുക്ക് ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ തന്നെയുള്ള ഒരു ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം തുടക്കം മുതൽ ഞാൻ ഈ ഒരു കാര്യങ്ങളെപ്പറ്റി പരിചയപ്പെടുത്താം. ഏറ്റവും ടോപ്പിലായിട്ട് നമുക്കിവിടെ ഹായ് ദെയർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടില്ല. ലോഗിൻ ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഹായ് ദെയർ എന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്നത്. ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത ആളുടെ പേരിൽ ഹായ്, ഇപ്പം എൻ്റെ പേരാണെങ്കിൽ ഹായ് ആഷ്ലി എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേരെന്താണോ അതായിരിക്കും അവിടെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം അവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ടൊരു കാർട്ടിൻ്റെ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ പ്രൊഡക്റ്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിടുമ്പം ഇതിനകത്തേക്കാണ് വരുന്നത്, ഈ കാർട്ടിനുള്ളിലേക്കാണ്. നോർമലി ഏതൊരു ഷോപ്പിംഗ് ആപ്ലിക്കേഷനിൽ അങ്ങനെ തന്നെയാണ്. സോ തൊട്ടടിയിലായിട്ട് ഇവിടെ സെർച്ച് പ്രൊഡക്റ്റ് നെയിം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും സെർച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ സോപ്പ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെ ടൈപ്പ് ഓഫ് സോപ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ആ ഒരു സോപ്പൊക്കെ ഇവിടേക്ക് വരുന്നതാണ്. ഓക്കെ, കണ്ടോ? ഇതേപോലെ തന്നെ പ്രൊഡക്റ്റും കാര്യങ്ങളും നമുക്ക് ഈ സെർച്ച് ബാർ യൂസ് ചെയ്തിട്ട് നമ്മൾ എല്ലാ ഷോപ്പിംഗ് ആപ്ലിക്കേഷനും ചെയ്യുമ്പോൾ തന്നെ സെർച്ച് ചെയ്തിട്ടും കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അതിന് തൊട്ടടിയിലായിട്ട് നമുക്ക് ബാനേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാനേഴ്സ് നമുക്ക് അഡ്മിൻ പാനൽ വഴി ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം എന്തെങ്കിലും പ്രൊഡക്റ്റിൻ്റെ പരസ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫേഴ്സൊക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ബാനേഴ്സ് വഴി നിങ്ങൾക്ക് ഈ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ്. ഇതും നമുക്ക് അഡ്മിൻ പാനൽ വഴി തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിന് തൊട്ടടിയിലായിട്ട് ഷോപ്പ് ബൈ കാറ്റഗറീസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്ത് ടൈപ്പ് ഓഫ് ഷോപ്പ് ആയിക്കോട്ടെ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാറ്റഗറീസ് അതിൻ്റെ ഉള്ളിലുണ്ടാവും. ഇപ്പോൾ ഒരു ക്ലോത്ത്സ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽസ് നടത്തുന്ന ഒരാളാണെങ്കിൽ അവർക്കിപ്പം മെൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ വുമൻസ് ഉണ്ടാവും. ഓരോ ടൈപ്പ് ഓഫ് കാറ്റഗറിയിലുള്ള വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങളൊരു ഗ്രോസറി സ്റ്റോർ ആണെങ്കിൽ അതിലും ഇഷ്ടം പോലെ കാറ്റഗറീസ് ഉണ്ടാവും. റൈസസ് ഉണ്ടാവും, ഓയിൽസ് ഉണ്ടാവും, സോപ്സ് ഉണ്ടാവും, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാറ്റഗറീസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിൻ പാനൽ വഴി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാറ്റഗറീസ് ഇതിൻ്റെ ഉള്ളിലേക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒരുപാട് കാറ്റഗറീസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഒരു ഗ്രോസറി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാറ്റഗറി എടുക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു കാറ്റഗറീൻ്റെ ഉള്ളിൽ നമ്മൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങോട്ട് വരുന്നതാണ്. ഇപ്പോൾ ഇതിനകത്ത് പ്രൊഡക്റ്റൊക്കെ ജസ്റ്റ് ഡെമോയ്ക്ക് വേണ്ടി അപ്ലോഡ് ചെയ്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഷോപ്പിൽ തുടങ്ങി കഴിയുമ്പം കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ അടിപൊളിയായിരിക്കും. അപ്പം ഇവിടെ ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ ഇപ്പം കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയാണുള്ളത്. ഈ ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഞാനൊരു പ്രൊഡക്റ്റ് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ഈ ഗ്രീൻ ആപ്പിൾ ഒന്ന് ഓപ്പൺ ആക്കുകയാണ്. ഓക്കെ, ഈ ഒരു ഗ്രീൻ ആപ്പിൾ ഞാൻ ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് ആ ഒരു ഗ്രീൻ ആപ്പിളിൻ്റെ ഇമേജസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മൾട്ടിപ്പിൾ ഇമേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, എത്ര പ്രൊഡക്റ്റ്, ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് ഷോപ്പ് ആയിക്കോട്ടെ ഒരുപാട് ഇമേജസും കാര്യങ്ങളും ഇതേപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇമേജസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഓൾറെഡി റേറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരാൾ പർച്ചേസ് ചെയ്ത് റേറ്റ് ചെയ്തിട്ടുള്ള റേറ്റിംഗും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇപ്പം ഈ ഒരു ആപ്പിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൈസസ് ഉണ്ടാവുമല്ലോ. എല്ലാവരും ഇപ്പോൾ 1 kg പോയി എടുക്കണമെന്നില്ല. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വേരിയബിൾ പ്രോഡക്റ്റ്സ് നമുക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഡെമോയ്ക്ക് വേണ്ടി ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ വേറൊരു പ്രോഡക്റ്റ് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഇപ്പം ഈ ഒരു റെഡ് ഗോ എടുക്കുവാണ്. അപ്പം ഇതെടുത്ത് കഴിയുമ്പം ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൾട്ടിപ്പിൾ ഇമേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ എനിക്കൊരു 200 ഗ്രാമാണ് വേണ്ടതെങ്കിൽ എനിക്ക് 200 ഗ്രാം ചൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ മാറുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ റിട്ടേണബിൾ ആണോ ക്യാൻസലബിൾ ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷനും താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ അതേപോലെ തന്നെ തൊട്ടടിയിലായിട്ട് സിമിലർ ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടില്ലേ, ഫ്രഷ് ക്യാരറ്റ് ഇപ്പോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടേക്ക് വരുന്നതാണ്. ഇവിടെയും ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇമേജസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ബൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ജസ്റ്റ് ആഡ് ടു കാർട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു കാർട്ടിനുള്ളിലേക്ക് ഇത് ആഡ് ആവുന്നതാണ്. കണ്ടില്ല, അപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാർട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പണാക്കി നോക്കാം. ആ ഒരു കാർട്ട് നമ്മൾ ഓപ്പണാക്കി നോക്കുമ്പം ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റ് അവിടെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ രജിസ്റ്റർ ചെയ്യാനായിട്ട് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾ ജസ്റ്റ് സൈൻ അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സൈൻ അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ മൊബൈൽ നമ്പർ ചോദിക്കും. ആ ഒരു മൊബൈൽ നമ്പർ ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം സെൻഡ് OTP എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ഫോണിലേക്കൊരു OTP വരുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ഓൾറെഡി ഈ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് രജിസ്റ്റർ ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് OTP വരുമോ എന്ന് അറിയാൻ ജസ്റ്റ് ഒരു നമ്പർ അടിച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് സെൻഡ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. സോ ഈ ഒരു മൊബൈൽ നമ്പർ ഓൾറെഡി രജിസ്റ്റേർഡ് എന്ന് കാണിക്കുന്നത്. ഞാൻ ജസ്റ്റ് അപ്പോൾ കണ്ടില്ലേ, ആ ഒരു നമ്പർ അടിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ OTP അടിക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു നമ്പറിൻ്റെ അടുത്തില്ല. സോ OTP അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള പുതിയൊരു ഓപ്ഷൻ വരുന്നതാണ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സൈൻ ഇൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു ചെക്കൗട്ട് സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പുതിയതായിട്ടൊരു ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അഡ്രസ്സ് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ഇവിടെ സെലക്ട് സിറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അഡ്മിൻ പാനൽ വഴി ആദ്യം തന്നെ സിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയാണോ ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഭാഗത്ത് സിറ്റിയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഏരിയയും ഇപ്പം ഒരു സ്പെസിഫിക് ഏരിയയിലേക്ക് മാത്രമാണ് ആ ഒരു നിങ്ങൾ സെല്ലിംഗ് നടത്തുന്നതെങ്കിൽ ആ ഒരു ഏരിയ നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സ്റ്റേറ്റ്, കൺട്രി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം സേവ് ആഡ് ന്യൂ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു അഡ്രസ്സ് സേവ് ആവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഒരു അഡ്രസ്സ് ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാണ്. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രൊമോട്ട് കോഡ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിൻ പാനൽ വഴി നിങ്ങൾക്ക് എന്തെങ്കിലും സമയത്ത് നിങ്ങൾക്ക് പുതിയ പ്രൊമോ കോഡ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. അത് അഡ്മിൻ പാനൽ വഴി സെറ്റ് ചെയ്യാം. പ്രൊമോ കോഡ്സ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് പ്രൊമോ കോഡ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ആ ഒരു പ്രൊമോ കോഡ് നമുക്ക് നമ്മുടെ ബാനേഴ്സ് വഴി നമുക്ക് അവരെ അപ്പോൾ ആ ഒരു പ്രൊമോ കോഡ്സ് നിങ്ങൾക്ക് അഡ്മിൻ പാനൽ വഴി യൂസേഴ്സിനൊക്കെ നോട്ടിഫിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വഴി പുതിയ ഓഫേഴ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ പ്രൊമോ കോഡ്സൊക്കെ നമുക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു പ്രൊമോ കോഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണോ ഓഫർ നിങ്ങൾ കൊടുക്കുന്നത് ആ ഒരു ഓഫർ ഇവിടെ കുറഞ്ഞ് കിട്ടുന്നതാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുകയാണ്. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ നേരെ പേയ്മെൻറ്റ് സെക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് ഡേറ്റിലാണ് ഡെലിവറി ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് നമ്മൾ ഡെലിവറി ചെയ്യേണ്ട സമയം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഏത് ടൈം പീരീഡിലാണ് സെൻഡ് ചെയ്യേണ്ടതെന്നുള്ളത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ നൈറ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ പേയ്മെൻറ്റ് മെത്തഡ് ഇഷ്ടം പോലെ പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. പേയുമണി ആയിക്കോട്ടെ, റസോർ പേ ആയിക്കോട്ടെ, അതുപോലെ തന്നെ സ്ട്രൈപ്പ് ആയിക്കോട്ടെ, Paytm ആയിക്കോട്ടെ, പേയ്പാൽ ആയിക്കോട്ടെ, എല്ലാ തരത്തിലുള്ള പേയ്മെൻറ്റ് ഗേറ്റ്വേസും ഇവിടെ അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പേയുമണിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പേയ്മെൻറ്റ് ഗേറ്റ്വേ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ എക്സാമ്പിളായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുകയാണ്. ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുന്നു, പ്രൊസീഡ് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ എന്തെങ്കിലും സ്പെഷ്യൽ നോട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം കൺഫേം ബട്ടൺ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കൺഫേം ബട്ടൺ കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഇവിടെ ഓർഡർ പ്ലേസ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വ്യൂ ഓൾ ഓർഡേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഓർഡർ റിസീവ്ഡ് ആയെന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കാണിക്കും. ഇവിടെ വ്യൂ ഡീറ്റെയിൽ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എത്ര രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടത്, എത്ര രൂപയാണ് ഡെലിവറി ചാർജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓർഡർ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓർഡറിൻ്റെ സ്റ്റാറ്റസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇതിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഈ ഒരു അഡ്മിൻ പാനലിലേക്കായിരിക്കും ഈ ഒരു ഓർഡറിൻ്റെ സംഭവങ്ങൾ പോയിട്ടുണ്ടാവുക. ഓർഡർ ഇൻഫർമേഷൻ പോയിട്ടുണ്ടാവുക അഡ്മിൻ പാനലായിരിക്കും. അപ്പം ഇതിപ്പോൾ ഡെമോയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് അതിനകത്ത് ഓർഡേഴ്സ് വന്നിട്ടുണ്ടോ എന്ന് കൺഫേം ആയിട്ട് പറയാൻ പറ്റത്തില്ല. ബട്ട് ഇത് നേരെ ഓർഡർ പോകുന്ന അഡ്മിൻ പാനലിലേക്കാണ്. ആ ഒരു അഡ്മിൻ പാനൽ വഴി നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും, പ്രോസസ്സ് ചെയ്യാൻ കഴിയും. ഈ ഒരു അഡ്മിൻ പാനലിൽ ഇപ്പം ഓർഡർ പ്രോസസ്ഡ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഓർഡർ പ്രോസസ് എന്ന് പറഞ്ഞ ഒരു ഇതിൽ ടിക്ക് മാർക്ക് വരും. ഓക്കെ, ആ ഒരു അഡ്മിന് ആ ഒരു ഓർഡറിൻ്റെ റിസിപ്റ്റ് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് ഐറ്റം അയക്കുമ്പോൾ ആ ഒരു റെസിപ്റ്റ് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ആ ഒരു അഡ്മിന് തന്നെയാണ് ഓർഡർ ഡെലിവറി ബോയിനെ അസൈൻ ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എത്ര ഡെലിവറി ബോയ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടോ ആ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡെലിവറി ബോയിനെ നമുക്ക് അസൈൻ ചെയ്ത് അഡ്മിനാണ് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു അഡ്മിനും
സോറി ഈ ഒരു ഡെലിവറി ബോയ്ക്കും ആ ഒരു നോട്ടിഫിക്കേഷൻ എത്തും, പുതിയ ഓർഡർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്. ആ ഒരു ഓർഡർ നോട്ടിഫിക്കേഷൻ കിട്ടിക്കഴിയുമ്പം ഡെലിവറി ബോയ്ക്കും ആ ഓർഡർ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അതിനുശേഷം ഡെലിവറി ബോയ്ക്ക് ഓർഡർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഓർഡർ OTP എന്ന് പറഞ്ഞ സെക്ഷൻ മുകളിലുണ്ട്. അത് നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ ജസ്റ്റ് അവസാനമായിട്ട് OTP അടിക്കണമല്ലോ കൺഫേം ചെയ്യാനായിട്ട് ഓർഡർ. അപ്പം ഈ ഒരു ഓർഡർ OTP ഡെലിവറി ബോയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് കൺഫേം ആയിട്ട് സക്സസ്ഫുള്ളായിട്ട് ഡെലിവറി ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പം ഇതിവിടെ ഓർഡർ ഡെലിവേർഡ് എന്ന് പറഞ്ഞ ഒരു മാർക്കിൽ വരികയാണ് കേട്ടോ. അവസാനമായിട്ട് ഓർഡർ ഡെലിവേർഡ് എന്ന് പറഞ്ഞ മാർക്കിൽ എത്തിച്ചേരുന്നതാണ്. ഇപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ ക്യാൻസൽ ഓർഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ക്യാൻസൽ ചെയ്യാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ച്വലി ആ ഒരു പ്രൊഡക്റ്റ് ക്യാൻസലബിൾ അല്ല എന്ന് പറഞ്ഞ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടല്ലോ. ഈ ഒരു പ്രൊഡക്റ്റ് ക്യാൻസലബിൾ അല്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ക്യാൻസൽ ചെയ്യാൻ കഴിയത്തില്ല. അപ്പം ക്യാൻസൽ ചെയ്യുന്ന സംഭവത്തിൽ നിങ്ങൾ പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റൊക്കെ ക്യാൻസൽ ആവുന്നതാണ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ തൊട്ട് താഴോട്ട് പോകുകയാണെങ്കിൽ ഇവിടെ ഹോട്ട് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അഡ്മിൻ പാനൽ വഴി നിങ്ങൾക്ക് ഹോട്ട് പ്രൊഡക്ട്സ് ഒക്കെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് വയ്ക്കാം. അല്ലെങ്കിൽ പുതിയ ടൈപ്പ് ഓഫ് ഇപ്പോൾ ഒരു ഫ്ലാഷ് സെയിൽ നടക്കുന്നുണ്ടെങ്കിൽ ഫ്ലാഷ് സെയിൽ എന്ന് പറഞ്ഞൊരു ഇതേപോലെ ഒരു പുതിയ സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പ്രൊഡക്റ്റൊക്കെ സാധനങ്ങൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ന്യൂ അറൈവൽ സെക്ഷൻ ഉണ്ട്, അവിടെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ താഴോട്ട് നോക്കിയാൽ ഒരുപാട് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇവിടെ തൊട്ടടിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടാബിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി സെക്ഷൻ കാണുന്നതാണ്. അതേപോലെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഹാർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ വിഷ് ലിസ്റ്റിലേക്ക് ആവുന്നതാണ്. ഇപ്പോൾ ഇവിടെ തൊട്ടടി തന്നെ കസ്റ്റമർ റിവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ഫ്ലിപ്കാർട്ട് പോലെ തന്നെ നമുക്ക് കസ്റ്റമർക്ക് റിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വിഷ് ലിസ്റ്റിൽ എടുക്കുകയാണെങ്കിൽ ആ ഒരു ലവ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണുന്നതാണ്. തൊട്ടടുത്തായിട്ട് നമുക്കൊരു ട്രാക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഓർഡേഴ്സ് ട്രാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ യൂസർ ആപ്ലിക്കേഷനിലുള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേറൊരു കാര്യം കൂടി ഉണ്ട്, ഈ സൈഡ് ബാറുണ്ട്. ആ ഒരു സൈഡ് ബാറിൽ ഒരുപാട് ഓപ്ഷൻസ് വേറെ ഉണ്ട്. നോട്ടിഫിക്കേഷൻസ് ഒക്കെ അയച്ചു കഴിഞ്ഞാൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ സെക്ഷനകത്തും നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നതാണ്. അപ്പോൾ നമുക്ക് അഡ്മിൻ പാനൽ വഴി നോട്ടിഫിക്കേഷൻ അയക്കാവുന്നതാണ്. പുഷ് നോട്ടിഫിക്കേഷൻസ് വരുന്നതാണ് എൻ്റെ ഉള്ളിലേക്ക്. അതേപോലെ തന്നെ നമുക്കിവിടെ യുവർ ഓർഡേഴ്സ് ഉണ്ട്, വാലറ്റ് ഹിസ്റ്ററി ഉണ്ട്. ഈ ഒരു വാലറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയി. ഈ ഒരു വാലറ്റ് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വാലറ്റിലേക്ക് പൈസ റീചാർജ് ചെയ്ത് വെക്കാവുന്നതാണ്. ആ ഒരു വാലറ്റ് ക്യാഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് പേ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു റീചാർജ് ഒരു വാലറ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര എമൗണ്ടാണ് നമുക്ക് റീചാർജ് ചെയ്യേണ്ടത് അവിടെ സെറ്റ് ചെയ്യാം. അതിനുശേഷം ഏതെങ്കിലും പേയ്മെൻറ്റ് ഗേറ്റ്വേ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റീചാർജ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഉള്ളിലേക്ക് പൈസ ആഡ് ആവുന്നതാണ്. ഓക്കെ, ഇത്രയും ജസ്റ്റ് ക്യാൻസൽ ചെയ്യാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റാസോർ പേയിലോ അല്ലെങ്കിൽ പേയു മണിയിലൊക്കെ സിമ്പിളായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അഡ്മിൻ പാനലിൽ ഈ ഒരു ID സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. പേയ്മെൻറ്റ് ഗേറ്റ്വേ ഈ ആപ്ലിക്കേഷനിൽ സെറ്റ് ആവുന്നതാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് പാസ്വേഡ് കൊടുക്കാം. പാസ്വേഡ് ചേഞ്ച് ചെയ്യാനായിട്ട് അഡ്രസ്സ് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, റെഫർ ആൻഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു ഫ്രണ്ടിനെ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി റെഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുടെ എത്ര പെർസെൻറ്റേജ് ആണോ കമ്മീഷൻ അത് നിങ്ങൾക്ക് ഒരു അഡ്മിൻ പാനൽ വഴി സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനും ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് കേട്ടോ. അതിനുശേഷം ഇവിടെ കോൺടാക്റ്റസ്, അതുപോലെ തന്നെ എബോട്ടസ്, റേറ്റസ് ഓപ്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അഡ്മിൻ പാനൽ വഴി നിങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റാവുന്നതാണ്. അതേപോലെ തന്നെ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പുതിയതായിട്ട് വല്ല കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കെല്ലാം അഡ്മിൻ പാനൽ വഴി, ആ സൂപ്പർ അഡ്മിൻ പാനൽ വഴി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. സൂപ്പർ അഡ്മിൻ പാനൽ വഴി നിങ്ങൾക്ക് ഡെലിവറി ബോയ്സിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് അഡ്മിൻ പാനൽ വഴി മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ പ്രൈവസി പോളിസി, ടേംസ് ആൻഡ് കണ്ടീഷനും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ലോഗ് ഔട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ യൂസർ ആപ്ലിക്കേഷനകത്ത് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ഗൈസ്, അപ്പോൾ ഡെലിവറി ബോയുടെ ഡീറ്റെയിൽസും കൂടി ഞാൻ പറഞ്ഞുതരാം. ഡെലിവറി ബോയ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി ബോയ്ക്ക് ഇവിടെ ഒരു ഓർഡർ വരുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. കണ്ടില്ലേ, ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ, ഇതൊക്കെ ഡെലിവറി ചെയ്ത ഡെമോയ്ക്ക് വേണ്ടി ചെയ്തതാട്ടോ ഇതൊക്കെ. അപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ ആ ഒരു ഡെലിവറി ബോയ്ക്ക് ഇവിടുന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡെലിവറി ബോയ്ക്ക് ഈ ഒരു എന്തൊക്കെ പ്രൊഡക്റ്റാണ് ചെയ്തതെന്നുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും. അത് ഓഫാക്കിയിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡെലിവറി ബോയ്ക്ക് ഇവിടുന്ന് ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം, പ്രോസസ്സ് ചെയ്യാണ്ടല്ലോ. ഇവിടെ ഓരോ ഡെലിവേർഡ് എന്ന് പറഞ്ഞിപ്പം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡെലിവറി ബോയ് ഇപ്പോൾ ഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷിപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കാം, ഓക്കെ കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഓരോരോ കാര്യങ്ങളും ഡെലിവറി ബോയ്ക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഡെലിവറി ബോയുടെ അഡ്രസ്സ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂസറുടെ അഡ്രസ്സും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. യൂസറിനെ വേണമെങ്കിൽ ഇവിടുന്ന് കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡെലിവറി ബോയ്ക്ക് യൂസർക്ക് കോൾ പോകുന്നതാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് കട്ട് ചെയ്യാം കേട്ടോ. അപ്പം കസ്റ്റമർക്ക് കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ കസ്റ്റമർ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റും കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ആണോ അതോ ഓൺലൈൻ പേയ്മെൻറ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഗെറ്റ് ഡയറക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ മാപ്പിലേക്ക് പോകുന്നതാണ്. ആ ഒരു കസ്റ്റമറുടെ പ്രോപ്പർ ലൊക്കേഷനിലേക്ക് നമുക്ക് ഇവിടുന്ന് ഈ ഒരു ഡെലിവറി ബോയ് ആപ്ലിക്കേഷൻ വഴി കാണാൻ സാധിക്കുന്നതാണ്.
ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷനും ഇതിനകത്ത് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഡാഷ്ബോർഡിലേക്ക് വരികയാണെങ്കിൽ ഡെലിവറി ബോയ് എത്ര ഓർഡർ നിന്ന് എടുത്തു, അതുപോലെ തന്നെ അവരുടെ ബാലൻസ് എത്രയാണ്, അതുപോലെ തന്നെ ഡെലിവറി ബോയുടെ കമ്മീഷൻ എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സൈഡിലോട്ട് പോകുകയാണെങ്കിൽ വാലറ്റ് ഹിസ്റ്ററി ഉണ്ട്, നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും നമ്മൾ ഡെലിവറി ബോയ്ക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ കിടക്കും. ടേംസ് ആൻഡ് കണ്ടീഷൻ, പ്രൈവസി പോളിസിയോ എല്ലാ കാര്യങ്ങളും അവിടെ അവൈലബിൾ ആണ്. പ്രൊഫൈൽ എടുക്കുകയാണെങ്കിൽ ഡെലിവറി ബോയുടെ പ്രൊഫൈൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചേഞ്ച് പാസ്വേഡ് വേണമെങ്കിൽ ഇവിടുന്ന് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ വാലറ്റ് ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ അക്കൗണ്ടിൽ അയാളുടെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് കാണിക്കും. ഇവിടെ ഇപ്പോൾ ഒരു ലിമിറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് സെൻഡ് വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുക്കാവുന്നതാണ്. എത്ര രൂപയാണ് വിഡ്രോ ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം, സെൻഡ് കൊടുക്കാം. അപ്പോൾ ഡെലിവറി ബോയിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഈ ഒരു വാലറ്റിൽ നിന്നും അഡ്മിൻ പാനലിലേക്ക് ഒരു റിക്വസ്റ്റ് പോകുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടില്ല, ഇതൊക്കെ സക്സസ് ചെയ്താണ്. ഇതൊക്കെ ആ ഒരു ഡെലിവറി ബോയ് റിക്വസ്റ്റ് കൊടുത്തിട്ട് അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത ഡീറ്റെയിൽസ് ആണ് ഇവിടെയൊക്കെ കാണുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഡെലിവറി ബോയ് ആപ്ലിക്കേഷനകത്തുള്ളത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മൾട്ടി വെണ്ടർ ആപ്ലിക്കേഷനിലും ഓപ്പൺ ആക്കുമ്പം സിമിലർ ആയിട്ടുള്ള നമ്മുടെ മറ്റേ ആപ്ലിക്കേഷൻ നമ്മൾ കണ്ട പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുകയാണ്. അപ്പം ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുമ്പോൾ തന്നെ നമുക്കിവിടെ ഡെലിവറി ലൊക്കേഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യങ്ങളാണ് ആദ്യം തന്നെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ലൊക്കേഷൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ, അതായത് നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ നമ്മൾ ഏതൊക്കെ ലൊക്കേഷനിലാണ് ഡെലിവറി ചെയ്യുന്നത് എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓൾ ക്ലിക്ക് ചെയ്യാം. ഓൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ ഇപ്പം നിങ്ങളിപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു റിമോട്ട് ഏരിയയിലാണ് നിങ്ങൾ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ലൊക്കേഷനിലുള്ളവർക്ക് മാത്രം ഓർഡർ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അവർക്ക് ആദ്യം തന്നെ ഡെലിവറി ഏരിയ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടെയുള്ള സ്റ്റോറുകളും കാര്യങ്ങളും നമ്മൾ ഈ ഒരു അഡ്മിൻ പാനൽ വഴി ആഡ് ചെയ്തിട്ടുള്ള സ്റ്റോറുകളും കാര്യങ്ങളൊക്കെ ഇവർക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ ഓൾ ലൊക്കേഷൻ എടുത്തു കഴിഞ്ഞപ്പം അവിടെ ഈ ഒരു ആപ്ലിക്കേഷനകത്തേക്ക് ആഡ് ചെയ്തിട്ടുള്ള സ്റ്റോറുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയട്ടെ, നമ്മൾ മറ്റൊരു ആപ്ലിക്കേഷനിൽ കണ്ട പോലെ തന്നെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് പുതിയതായിട്ടൊരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാനറുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൈസിലുള്ള ബാനറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. തൊട്ടടി തന്നെ ഒരു ഇമേജ് സ്ലൈഡർ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ മറ്റേ ആപ്ലിക്കേഷന് കൊടുക്കുന്ന പോലെ തന്നെ ഇവിടെ അഡ്മിൻ വാല്യൂ വഴി ആഡ് ചെയ്യാവുന്നതാണ്. ഇതിൽ തൊട്ടടിയിലാണ് പുതിയൊരു സെക്ഷൻ വന്നിട്ടുള്ളത്, ഷോപ്പ് ബൈ സെല്ലേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെല്ലേഴ്സ് ഉണ്ടാവും. ഇപ്പം നിങ്ങളൊരു ഏരിയയിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഏരിയയിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റോർ ഓണേഴ്സ് ഉണ്ടാവും. ചിലപ്പോൾ ഗ്രോസറി സ്റ്റോഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഫിഷ് ഷോപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക ഒരു പച്ചക്കറി കട ഉണ്ടാവും. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെല്ലേഴ്സ് ഇതിനുള്ളിൽ ഉണ്ടാവും. അപ്പം ഇപ്പോൾ ഒരു നിങ്ങളുടെ ഏരിയയിലുള്ള ഒരാൾക്കാണെങ്കിൽ അയാൾക്ക് ഏത് സ്റ്റോറിൽ നിന്ന് ഷോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു ബ്യൂട്ടി സെൻറ്ററിൽ നിന്നാണ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ എനിക്ക് അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിനുള്ള അപ്ലോഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു സർഫെക്സിലാണ് വാങ്ങേണ്ടതെങ്കിൽ സർഫെക്സിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു സർഫെക്സിൽ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൈസിൽ ഇമേജസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതും നിങ്ങൾക്ക് അഡ്മിൻ പാനൽ വഴി എത്ര പ്രോഡക്റ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇമേജസ് അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇവിടെ എനിക്ക് 2 kg എനിക്കിപ്പോൾ ഒരു 4 kg വേണമെന്നുണ്ടെങ്കിൽ 4 kg ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ റേറ്റ് അവിടുന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ക്യാൻസലബിൾ ആണോ, 7 day റിട്ടേണബിൾ ആണ്, ക്യാൻസലബിൾ ആണ്, ടിൽ ഷിപ്ഡ് വരെ, ഷിപ്പ് ചെയ്യുന്നതിന് മുന്നേ വരെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ കഴിയും. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിവിടെ തൊട്ടടിയിലായിട്ട് ക്വാണ്ടിറ്റി 1 ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു എത്ര kg വേണമെന്ന് ഇപ്പോൾ നമുക്ക് 2 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്പം അതിന് തൊട്ടടി തന്നെ ക്വാണ്ടിറ്റി നമുക്ക് എത്ര വേണമെന്നുള്ള ചൂസ് ചെയ്യാവുന്നതാണ്. തൊട്ടടിയിലായിട്ട് നമ്മൾ ഫ്ലിപ്കാർട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെ സെലക്ട് എ ലൊക്കേഷൻ ടു സീ പ്രൊഡക്റ്റ് അവൈലബിലിറ്റി. അപ്പം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഏരിയയിലേക്ക് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ നമുക്കിവിടെ സെലക്ട് ലൊക്കേഷൻ ടു പ്രൊഡക്റ്റ് അവൈലബിലിറ്റി നോക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ഞാനൊരു വേറൊരു പിൻകോഡ് അടിച്ച് നോക്കുകയാണ്. ഓക്കെ, അതുപോലെ ശേഷം അപ്ലൈ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇവിടെ ഡെലിവറബിൾ അല്ല, കാരണം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഏരിയയിൽ മാത്രമേ നമുക്ക് ഡെലിവറി ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഫ്ലിപ്കാർട്ടിലൊക്കെ കാണിക്കുന്നത് പോലെ തന്നെ ഡെലിവറബിൾ അല്ല എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സെല്ലറുടെ ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സെല്ലർ എന്തൊക്കെ പ്രോഡക്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമ്മുടെ ഈ ഒരു ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാനും പറ്റും. ഇപ്പം 2 kg പകരം നമുക്കിപ്പോൾ 4 kg വേണം, ആഡ് ടു കാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റ് കാർട്ടിനുള്ളിലേക്ക് വരുന്നതാണ്, നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം ആ ഒരു പിൻകോഡ് ആ ഒരു അവൈലബിൾ ആയിട്ടുള്ള പിൻകോഡിൽ മാത്രമേ നമുക്ക് ഈ പ്രൊഡക്റ്റ് എത്തിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അതും അഡ്മിൻ പാനൽ വഴി നമുക്ക് ഏരിയസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഷോപ്പ് ബൈ സെല്ലേഴ്സിൻ്റെ ഓപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ
തൊട്ട് താഴെയായിട്ട് നമുക്ക് നേരത്തെ ആപ്ലിക്കേഷൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉപകാരം കാറ്റഗറി ഓപ്ഷനാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു യൂസർ ഇപ്പം ആ ഒരു സ്റ്റോറിൽ നിന്ന് തന്നെയല്ലേ ഓർഡർ ചെയ്യത്തുള്ളൂ. ഈ ഒരു ഷോപ്പ് ബൈ കാറ്റഗറി ആണെങ്കിൽ ഇപ്പം അവർക്ക് ഹോം സപ്ലയൻസസ് ആണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു ഹോം സപ്ലയൻസസിനുള്ളിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ഉണ്ടോ, ഇപ്പോൾ ഡിറ്റർജൻറ്റ് ലിക്വിഡ്, ഡിറ്റർജൻറ്റ് സോപ്പ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സബ് കാറ്റഗറി ഉണ്ടാവും. അപ്പം ആ ഒരു സബ് കാറ്റഗറിനുള്ളിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെല്ലേഴ്സ് ഇപ്പം നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് തന്നെ പല ടൈപ്പ് ഓഫ് ആൾക്കാർ സെല്ല് ചെയ്യുന്നുണ്ടാവുമല്ലോ. ഇപ്പം ഞാനിപ്പോൾ ഒരു iPhone 10 എടുക്കുകയാണെങ്കിൽ iPhone 10 തന്നെ ഒരു 10 പ്രാവശ്യം നിങ്ങൾക്ക് കാണാം. അത് ഓരോന്നും എല്ലാവരും ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെല്ലേഴ്സ് ആയിരിക്കും സെല്ല് ചെയ്യുന്നത് പല റേറ്റിൽ. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെയും സെറ്റ് ചെയ്യാം. ഈ ഒരു ഇതേ കാറ്റഗറി വഴി നിങ്ങൾക്ക് സെല്ല് ചെയ്യാവുന്നതാണ്. പിന്നെ തൊട്ടടിയിലായിട്ട് ഇതൊക്കെ അഡ്മിൻ പാനൽ വഴി ഓൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഫ്ലാഷ് സെയിൽ നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്ലാഷ് സെയിൽ എന്ന് പറഞ്ഞ ഭാഗം സെറ്റ് ചെയ്തിട്ട് ഏതൊക്കെ പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് ഫീച്ചറിൽ കൊണ്ടുവരേണ്ടത് അത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലൊക്കെ കണ്ടിട്ടില്ലേ, ഇപ്പോൾ എന്തെങ്കിലും ഒരു ഓഫർ നടക്കുന്നുണ്ട്, ഇപ്പോൾ ഈ ഒരു സർഫ് എക്സൽ നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ തന്നിട്ടുണ്ട്, അവരുടെ പ്രൊഡക്റ്റ് ഇതുവഴി സെല്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കമ്മീഷൻ കൂട്ടാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പ് ലിസ്റ്റിൽ കൊണ്ടുവരാം. ഇപ്പോൾ ഈ ഓൾ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ സെക്ഷൻ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ ഈ ഒരു പ്രൊഡക്റ്റൊക്കെ അവർ വല്ല പ്രൊമോഷനോ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ക്യാഷ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റൊക്കെ ഈ ഒരു ലിസ്റ്റിലേക്ക് അഡ്മിൻ പാനൽ വഴി ആഡ് ചെയ്യാം. അപ്പോൾ അതിൽ നിന്നൊരു വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മറ്റേ ആപ്ലിക്കേഷനിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കാറ്റഗറി, അതുപോലെ തന്നെ ഇവിടെ വിഷ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വിഷ് ലിസ്റ്റിലുള്ള ഓപ്ഷൻ, അതുപോലെ തന്നെ ഇവിടെ ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ മറ്റേ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട്. രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തും ഉള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പിന്നെ ഇതിനകത്ത് കൂടുതലായിട്ട് വരുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ, ഈ ഒരു മൾട്ടി വെണ്ടർ ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു യൂസർ ആപ്ലിക്കേഷനും അതേപോലെ തന്നെ വെണ്ടർ ആപ്ലിക്കേഷൻ, അതായത് വെണ്ടർക്ക്, അതായത് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെല്ലേഴ്സിനെ ആഡ് ചെയ്യുന്നുണ്ടല്ലോ. അഡ്മിൻ പാനൽ വഴി നമുക്ക് സെല്ലേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സെല്ലർക്ക് നമ്മുടെ അഡ്മിൻ തരുന്ന ലിങ്ക് വെച്ച് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. നമുക്കൊരു ഡൊമൈൻ നെയിം ഉണ്ടാവില്ല, ആ ഒരു ഡൊമൈൻ നെയിം വഴി അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡെലിവറി ബോയ്ക്കും ഇതേപോലെ തന്നെ ആ ഒരു ലിങ്ക് വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അവർക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആക്കണമെന്നൊരു നിർബന്ധമില്ല, ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ലിങ്ക് വഴി അവർക്ക് പ്രൊഡക്ട്സ് ആഡ് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ ഓർഡേഴ്സ് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനും പറ്റും. അപ്പോൾ ആപ്ലിക്കേഷൻ വേണം നിർബന്ധമൊന്നുമില്ല, ബട്ട്